C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണ്ടേ സുദർശൻ ചേട്ടാ? ഭാവങ്ങൾ മാറാനും മാറ്റാനും ദൈവമായിട്ടൊരു വഴി കാണിച്ചു തരുമ്പോ നമ്മൾ മാറണം, അടിമുടി മാറണം. മാറണം. ഇപ്പോഴുള്ള ഈ മാറ്റം തന്നെ ത്രിവിക്രമന് താങ്ങാനാവുന്നില്ല. ഇനി ബാക്കിയുള്ളത് തന്റെ ഈ സംസാര, അതും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അതുകൂടി നഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട. അയ്യോ, ഞാനൊന്നും പറയാൻ വന്നതല്ല, കാണിക്കാനാ വന്നത്. ശ്രീലക്ഷ്മിയുടെ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു ഫോട്ടോ നിങ്ങളെ എല്ലാവരെയും കാണിക്കണം, പോണം, അത്രേ ഉള്ളൂ. ഫോട്ടോയോ? എന്ത് ഫോട്ടോ? അത് ഞാൻ കാണിക്കാന്നേ. ആ ഫോട്ടോ കണ്ടു കഴിയുമ്പോ നിങ്ങൾ എല്ലാവരുടെയും അന്താളിപ്പ് ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ വിധിയില്ലല്ലോ. ദേ ത്രിവിക്രമ, കുറച്ചുകൂടി നന്ദി കാണിക്കാൻ കേട്ടോ. അനങ്ങാനാവാതെ ബെഡി കിടന്നപ്പോ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ആശ്വാസ വാക്ക് പറയാനും ഒരു സഹായത്തിനും. നിന്റെ തല തിരിഞ്ഞ ബുദ്ധി നീ ഞങ്ങളോട് വീണ്ടും കാണിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. എന്താ സരവും ചേച്ചി ഇത്? മോൾ ആഗ്രഹിച്ച ഒരു ജീവിതം ചുളിവിന് കൈവന്ന് വീണപ്പോ മംഗല്യരേഖയിൽ ഒരു നിഴലിപ്പുള്ളത് ജ്യോത്സ്യന്മാരാരും നിങ്ങളോട് പറഞ്ഞിരുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിമിഷമുണ്ടാവുമെന്ന് നിങ്ങൾ കരുതുക പോലും ചെയ്യാത്തത്. അത്രയ്ക്ക് സസ്പെൻസ് നിറഞ്ഞ കാഴ്ചയല്ലേ നിങ്ങൾ കാണാൻ പോകുന്നത്. നിന്ന് പ്രസംഗിക്കാതെ എന്താണെന്ന് വെച്ചാ കാണിച്ചു തന്നിട്ട് പോകാൻ നോക്ക്. കാണിക്കാലോ. മോനെ ദീപു, ഈ ഫോണിന്റെ ലോക്കൊന്ന് അഴിച്ചേ. അഴിച്ചോ? ഇനി ആ ഗാലറി ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്തോ? ഇനി ആ ഫോട്ടോ എല്ലാവരെയും ഒന്ന് കാണിച്ചേ. ഞാനൊഴികെ എല്ലാവരും കൺകുടുക്ക കാണട്ടെ. അയ്യോ, ഇത് മോളുടെ ഫോട്ടോയാണല്ലോ. ഇത് മോള് മോഡലായ ഫോട്ടോ ആണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം എല്ലാരും ഒന്ന് ഞെട്ടിയില്ലേ? സത്യം പറഞ്ഞ അച്ഛന്റെ സംസാരം കേട്ടപ്പോ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയി. അത് ഞാൻ ചുമ്മാ എല്ലാരെയും ഞെട്ടിക്കാവെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ എല്ലാവരും കരുതിയില്ലേ ഞാൻ ആ പഴയ ത്രിവിക്രമനാണെന്ന്? സത്യം. എന്തായാലും ഈ ഫോട്ടോ ഇപ്പൊ കണ്ടതിൽ സന്തോഷം. അന്നേ ഒരു മിന്നായം പോലെ കാണാനേ പറ്റുള്ളൂ. ഇതിലൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഇവിടെ വെക്കണം. എന്തു ഭംഗിയാ മോളെ ഇതിൽ കാണാന്. സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെയുണ്ട്. ത്രിവിക്രമ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങളോട് ചെയ്തൊരു നല്ല കാര്യം ഇതാണെന്ന് തോന്നുന്നു അല്ലേ? അതെ സരോജ് ചേച്ചി, ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഞാൻ വന്ന് നിങ്ങളുടെ വിശേഷമൊക്കെ അറിഞ്ഞിട്ട് പോകാന്ന് കരുതിയാ ഇവനോട് എന്നെയും കൂട്ടി വരാൻ പറഞ്ഞത്. അപ്പൊ ഇവൻ എന്നെ പറ്റിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ വരെ വരണമെന്ന വാശിയായി. മോനെ ദീപു, എന്റെ കാഴ്ച മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. വീറും വാശിയൊക്കെ ഇപ്പോഴും നിന്റെ അച്ഛന് അതേപടി അവിടെ ഉണ്ട് കേട്ടോ. ഈശ്വരൻ എന്റെ കൈകളിലേക്ക് തന്ന എന്റെ പാതി ജീവനെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്നേഹിക്കും, സംരക്ഷിക്കും. സുരക്ഷിതയായിരിക്കും അവൾ. നല്ലത്. പക്ഷേ നീ ജീവിക്കുന്നതും സന്തോഷിക്കുന്നതും ഒരു നാരീജന്മം കാരണത്താലായതുകൊണ്ട് തന്നെ നിന്റെ ജീവിതവും സന്തോഷവും
ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു നാരീജന്മം പിറവിയെടുത്തു കഴിഞ്ഞു. ആത്മബലം കൊണ്ടും കർമ്മബലം കൊണ്ടും ആൾബലം കൊണ്ടും നേതൃസ്ഥാനത്തു നിൽക്കുന്ന നീ ഭയക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞവയിൽ ആത്മബലം കൊണ്ട് മാത്രം നിന്റെ ജീവിതം തകർക്കാൻ വരുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് ഈശ്വര നിശ്ചയം. ഈശ്വരിയമ്മ പറയുന്നത് അതെ, കാഹളം മുഴക്കിയല്ലാതെ നിശബ്ദയായി ഒരു ശത്രു നിന്നെ തേടി വരുന്നുണ്ട്. മനഃപൂർവമല്ലാതെ ആസൂത്രിതമല്ലാതെ അവൾ ഈ നാട്ടിലേക്ക് വരും. ഈശ്വരാനുഗ്രഹം പോലെ കണ്ട് അവൾ ഇവിടെ നിലയുറപ്പിക്കും. ഭയക്കേണ്ടതില്ല എന്ന് ഞാൻ സമാധാനത്തിൽ ഒരു നുണ പറയുന്നില്ല. കാരണം വരുന്നവൾ നിസ്സാരക്കാരിയല്ല. നിരായുധയായി വരുന്നവൾ ബന്ധങ്ങളുടെ കെട്ടുപാടുകളാൽ നിങ്ങളെ ശ്വാസം മുട്ടിക്കും. ആയുധങ്ങൾ അവളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ഇവിടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രയാസമാണ്. പണ്ടു മുതലേ ഉള്ളതാണ് സന്തോഷങ്ങളുടെ ഇടയ്ക്ക് ഒരു ഭയപ്പാട്. ആ ഭയപ്പാട് നീ എങ്ങനെ തരണം ചെയ്യുന്നു എന്നിരിക്കും നിന്റെ മുന്നോട്ടുള്ള ജീവിതവും. താൽക്കാലികമായുള്ള ഈ സന്തോഷം പ്രിയ പത്നിയുമായുള്ള സന്തോഷങ്ങളെല്ലാം ആവുന്നോളം ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കണം. അതാത് സമയത്ത് നടക്കേണ്ടത് നടക്കും. നടന്നേ തീരൂ. തടഞ്ഞാലും മുൻകൂട്ടി പദ്ധതികൾ ഒരുക്കിയാലും വരേണ്ടവൾ നിന്റെ ഭവനത്തിന്റെ പടികൾ കയറി വരും. അതുകൊണ്ട് മുൻകൈ എടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം അമ്മ നിന്നെ അറിയിച്ചുവെന്നേ ഉള്ളൂ. ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, പ്രാർത്ഥനകൾ വലിയ ആപത്തുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അമ്മേ നാരായണ, ദേവി നാരായണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.